തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സുലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം ഭൂമിയിലെന്നും മറ്റിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യംസത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ സിദ്ധരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം. സൃഷ്ടിജാലവൃന്ദങ്ങളിൽ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. ആകാശത്തിൻ കീഴിലെ ഗജാതനാം മഞ്ഞിടത്തിൽ രക്ഷകനാം യേശു നീ. ആകാശത്തിൻ കീഴിലെ ഗജാതനാം മഞ്ഞിടത്തിൽ രക്ഷകനാം യേശു നീ. എല്ലാ നാവും നിന്റെ നാമം കീർത്തിക്കും. അങ്ങു മാത്രം സർവേശ്വരൻ, അങ്ങു മാത്രം സർവേശ്വരൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സുതന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷനാകുന്ന തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മിടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമഹോന്നതമം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്ഥിതിമാൻ ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സുദൃഢനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവതനത്തെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന അധ്യായം 35 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു. ലയായുടെ പുത്രന്മാർ: യാക്കോബിന്റെ കടിഞ്ഞൂൽ പുത്രൻ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാഖാർ, സെബുലോൺ. റാഹേലിന്റെ പുത്രന്മാർ: ജോസഫ്, ബെഞ്ചമിൻ. റാഹേലിന്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ: ദാൻ, നഫ്താലി. ലയായുടെ പരിചാരികയായ സിൽഫായുടെ പുത്രന്മാർ: ഗാദ്, ആഷേർ. യാക്കോബിന് പാദാൻ ആരാമിൽ വെച്ച് ജനിച്ച മക്കളാണ് ഇവർ. യാക്കോബ് ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത്ത് അർബായിലെ വാമ്രയിൽ തന്റെ പിതാവായ ഇസഹാക്കിന്റെ അടുത്തേക്ക് പോയി. അബ്രാഹവും ഇസഹാക്കും പാർത്തിരുന്നത് അവിടെയാണ്. ഇസഹാക്കിന്റെ ആയുഷ്കാലം 150 വർഷമായിരുന്നു. ഇസഹാക്ക് അന്തിശ്വാസം വലിച്ചു. വൃദ്ധനായ അവൻ തന്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച് സ്വന്തം ജനത്തോട് ചേർന്നു. മക്കളായ ഏസാവും യാക്കോബും അവനെ സംസ്കരിച്ചു. കർത്താവിന് സ്തുതി. എൻ്റെ സഹോദരരെ, വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 21 അധ്യായം 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയെ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്ത കല്ലിനുമൊപ്പം. അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിന്മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകളും. എന്നോട് സംസാരിച്ചവൻ്റെ അടുക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു. അതിനു നീളത്തോളം തന്നെ വീതിയും. അവൻ ആ ദണ്ടുകൊണ്ട് നഗരം അളന്നു. 12,000 സ്താദിയോൺ. അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം. അവൻ അതിൻ്റെ മതിലും അളന്നു. മനുഷ്യൻ്റെ തോതനുസരിച്ച് 144 മുഴം.
അതുതന്നെയായിരുന്നു ദൂതന്റെ തോതും. മതിൽ സൂര്യകാന്തം കൊണ്ട്, നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്ഫടികതുല്യം നിർമ്മലവുമായിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം. ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് ഇന്ദ്രനീലം, മൂന്നാമത്തേത് വൈഡൂര്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒൻപതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം, 11ാമത്തേത് വജ്രം, 12ാമത്തേത് സൗഗന്ധികം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു. നഗരത്തിന്റെ തെരുവീതി അച്ചസ്ഫടിക തുല്യമായ തനി തങ്കമായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ദൈവവചനമിതാ, ജീവദായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ, ദൈവവചനമിതാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമതായ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 10 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യരെ അയക്കുന്ന ശുശ്രൂഷയ്ക്ക് അയക്കുകയാണ്. ശിഷ്യരോട് പല കാര്യങ്ങളും പറഞ്ഞയക്കുന്നു. അതിൽ ഏറ്റവും ദിവാനുഗ്രഹം നിറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സുവിശേഷം 10-ാം അധ്യായം 8-ാം വാക്യം, ദാനമായി കിട്ടി ദാനമായി തന്നെ കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്തുവെങ്കിൽ അവര് നമ്മുടെ അടുത്ത് വന്ന് നന്ദി പറയുമ്പോഴാകും, നമ്മൾ പുകഴ്ത്തുമ്പോഴാകും ഓർക്കുക. നമുക്ക് പറയാൻ പറ്റുന്ന വലിയ കാര്യം ഇതാണ്. ഈ ഒരു സെന്റൻസ് പറഞ്ഞാൽ മതി. ദൈവം പറഞ്ഞവേ കൊടുക്കുന്നതാണ്. ദാനമായി കിട്ടി ദാനമായി കൊടുക്കുക. എനിക്ക് ദാനമായി കിട്ടി, ഞാൻ ദാനമായി കൊടുക്കുകയാണ്. നമ്മൾ അപ്പോഴേക്കും പറഞ്ഞു തുടങ്ങും, അത് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാ, അത് നിങ്ങൾ ആരോടും പറയൊന്നും വേണ്ട, അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ദേ ദാനമായി കിട്ടി, ദാനമായി തന്നെ നിങ്ങൾക്ക് തരികയാണ്. 3 കാര്യങ്ങളാണ് അത് ചെയ്യാൻ വേണ്ടത്. ഒന്നാമതായിട്ട് നമുക്കുള്ളതൊക്കെ ദൈവം തന്നതാണെന്നുള്ള ബോധ്യമുള്ളവനാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുക. ദാനമായി കൊടുക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയൊക്കെ ഉണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, സ്ഥാനമാനങ്ങളുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിക്കുമെങ്കിൽ, കഴിവുകളുണ്ടെങ്കിൽ, ഇതൊക്കെ ദൈവം എനിക്ക് തന്നതാന്നുള്ള ബോധ്യമുണ്ടായ ഒരു നിമിഷം മതി ദൈവത്തിന് ഇതൊക്കെ നിശ്ചലമാക്കി മാറ്റാൻ. ഇതൊക്കെ ഒരു നിമിഷം മതി. എൻ്റെ കൈയൊന്നും അനങ്ങിയില്ലെങ്കിൽ, ഞാനൊന്ന് ശ്വാസം വലിച്ചില്ലെങ്കിൽ കഴിഞ്ഞില്ലേ ഈ ഉള്ളതൊക്കെ. അതുകൊണ്ട് അഹങ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. രണ്ടാമതായിട്ട് വലിയൊരു മനസ്സ് വേണം. കുറേ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. കുറേ ഉണ്ട് സാധനം, പക്ഷെ മനസ്സില്ല എന്നുള്ളതാണ്. എല്ലാവരുടെ ഉള്ളിലും തന്നെയാ കൊടുക്കാൻ മനസ്സ്. ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാം. ആർക്കാന്ന് എനിക്ക് മനസ്സിലാവില്ല. മരിക്കുമ്പോ ഈ പെട്ടിയിൽ കിടന്ന് കൊണ്ടുപോകുന്ന സമയത്ത് വലിയ മനസ്സുള്ളവരെ കുറിച്ചൊക്കെ നല്ല കാര്യങ്ങൾ പറയും, അല്ലാത്തവരെ കുറിച്ച് ഒന്നും പറയില്ല. ആരും ഓർക്കാനുണ്ടാകില്ല ഈ സൂക്ഷിച്ചു വെക്കുകയൊക്കെ. ഏറ്റവും അവസാനം എന്തുണ്ടാകുന്നു? ആ കുടുംബത്തില് കലഹവും പിണക്കവും ഉണ്ടാകും ഈ സൂക്ഷിച്ചു വെച്ചത് കൊണ്ട്. കുറെ പൈസ അപ്പനും അമ്മയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ മക്കള് തമ്മിൽ തല്ലാണ്. എനിക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടിയില്ല, അങ്ങനെ കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. കൊടുക്കുക. വലിയൊരു മനസ്സുണ്ടാകണം. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നന്മകൾ ചെയ്യാൻ മനസ്സുണ്ടായി കഴിഞ്ഞാൽ, മാതാപിതാക്കള് നന്മകൾ ചെയ്ത് ഈ പകത്ത് നൽകുന്നത് മാതാപിതാക്കൾ മക്കളെ നൽകിക്കഴിഞ്ഞാൽ അവർക്കും അതൊരു അനുഭവമായിട്ട് മാറും. അല്ലെങ്കിൽ എന്തുണ്ടാകുന്നു? അവർക്കും കിട്ടില്ല. അവരും ഈ മാതാപിതാക്കളെ പോലെ സ്വാർത്ഥരായിട്ട് മാറുന്നു. അവസാനം സ്വാർത്ഥരായതുകൊണ്ട് ഈ മാതാപിതാക്കളെ അനാഥമന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം എൻ്റെ കുടുംബത്തിന്റെ കൂടെ അപ്പനമ്മയും വേണ്ട. അത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. ദാനമായി കിട്ടി ദാനമായി കൊടുക്കാൻ പഠിപ്പിക്കാത്തത് കൊണ്ട്, വലിയൊരു മനസ്സില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നു. മൂന്നാമതായിട്ട് എന്ത് കൊടുത്താലും കുറയില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക.
10 രൂപ നിങ്ങൾ ആർക്കെങ്കിലും ദാനമായി കൊടുക്കുന്നു, ഇരട്ടിയായിട്ട് കർത്താവ് നൽകുന്നു. കർത്താവ് വേറെ ഒന്നും ഇരട്ടിയായിട്ട് നൽകാറില്ല. ദാനമായി കൊടുക്കുന്നത് മാത്രമാണ് ഇരട്ടിയായിട്ട് നൽകുക. കർത്താവ് വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിത്യാഗങ്ങൾ എടുത്തു വേണം നേടണമെങ്കിൽ. എന്നാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗിയെ സഹായിക്കുന്നു, അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിയും, ഒപ്പം തന്നെ കർത്താവ് ചൊരിയാണ്, അനുഗ്രഹങ്ങൾ കൊണ്ട് ആ കുടുംബത്തെയും ആ വ്യക്തിയെയും ചൊരിയാണ്. അല്ലെങ്കിൽ നമ്മൾ കുറേയേറെ ഉപവാസം എടുക്കണ്ടെന്നല്ല അച്ഛൻ പറഞ്ഞത്, മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മലയാറ്റൂർ മല കയറണ്ടെന്നല്ല, ഇത് നെഗറ്റീവായിട്ട് എടുക്കണമെന്നല്ല, ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന പുണ്യങ്ങളാണ്. എന്നാൽ എനിക്കുള്ളത് പകുത്തു നൽകുമ്പോൾ കർത്താവ് അപ്പൊ തന്നെ അനുഗ്രഹം ചൊരിയ. അതുകൊണ്ട് നല്ലൊരു ശിഷ്യനായിട്ട് മാറാൻ കിട്ടിയത് പങ്കുവെച്ചു കൊടുക്കുക. എന്താണ് എൻ്റെ കയ്യിലുള്ളത്? സ്വാർത്ഥതകളില്ലാതെ, അഹങ്കാരങ്ങളില്ലാതെ, അതുപോലെ തന്നെ പിണക്കങ്ങളില്ലാതെ, പിടിവാശികളില്ലാതെ കൊടുക്കാൻ. എനിക്ക് എന്ത് കിട്ടുമെന്നുള്ള ബോധ്യത്തോടെ. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഞാൻ അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? എല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനെയില്ലാതെ കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം നല്ലൊരു ശിഷ്യരായിട്ട് മാറാൻ സാധിക്കും. അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാൻ, എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പസ്തലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ പുത്രനായ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമിയോൻ, യേശുവിനെ എത്തിക്കൊടുത്ത യൂദാസ് ഇസ്കറിയോത്ത. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയുടെ അടുത്തേക്ക് പോകരുത്, സമുദായക്കാരുടെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയും വരും. പ്രത്യുത ഇസ്രായേൽ വംശത്തെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യും. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണ്ണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹനാഥനായ ഈശോയെ, ജീവിതത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയതാണെന്ന് ഉറച്ച ബോധ്യത്തോടുകൂടി അവയെല്ലാം അങ്ങേക്ക് സമർപ്പിച്ച് മറ്റുള്ളവർക്ക് പകുത്തു നൽകി നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഇന്നേ ദിനം ജന്മദിനം ആഘോഷിക്കുന്ന ഇഷാൻ എന്ന മകന് ആയുരാരോഗ്യവും സംരക്ഷണവും അങ്ങയുടെ കരുതലും സ്നേഹവും നൽകണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനം ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യാതിരികത്താൽ തിരഞ്ഞെടുത്ത് ഇടിച്ചുകണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും ആമേൻ. സകലനാഥനായ ദൈവത്തിന്റെ കൃപാസനം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കരകഴുകിക്കളയട്ടെ. കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. പൂജാർപ്പണം മമ സ്നേഹാർപ്പണം യേശുവേ നിൻ തിരുമുൻപിൽ. പൂജാർപ്പണം മമ സ്നേഹാർപ്പണം യേശുവേ നിൻ തിരുമുൻപിൽ. എല്ലാം മറന്നിതാം
എല്ലാം വെടിഞ്ഞിതാ നിൻ തിരുമുൻപിൽ പൂജാർപ്പണം. ഒരു നിമിഷം കണ്ണുകളുടേക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്നതാണ് എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം എന്നൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. എൻ്റെ കഴിവ് കൊണ്ടോ പ്രശസ്തി കൊണ്ടോ ഒന്നുമില്ല, ദൈവം തന്ന അനുഗ്രഹങ്ങൾ മാത്രം. എന്തുമാകട്ടെ, നല്ലൊരു കുടുംബമാകാം, സമ്പാദ്യമുള്ളതാകാം, നല്ലൊരു ജോലിയുള്ളതാകാം. ദൈവമേ, എല്ലാം ദൈവത്തിൻ്റെ ദാനം. കൊടുക്കാൻ കടപ്പെട്ടവരെ നമ്മൾ, ദൈവം തന്നതെങ്കിൽ പങ്കുവയ്ക്കാനും നമ്മൾ കടപ്പെട്ടവരാണ്. അതല്ല വിശുദ്ധ കുർബാന, ഇത് പങ്കുവയ്ക്കലിൻ്റെ കൂതാശയാണ്. തൻ്റെ ജീവിതം പങ്കുവെച്ചതുപോലെ നമുക്കും പങ്കുവയ്ക്കാൻ സാധിക്കട്ടെ. നാഥ, അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. താതനും അതുപോലാത്മജനും ദിവ്യരൂഹാക്കിം സ്തുതിയുന്നു. ദൈവാംബികയും മറിയൂസേപ്പിനെയും സാദരമൂർത്തിയ പാവനമീ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നമ്മുടെ വിശ്വാസം മുറുകെ പ്രഖ്യാപിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യയും ആകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീഹായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ട നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുക. എളിയവരും പാപികളുമാരും ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മുറിച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുക. ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശിയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ.
ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ മറ്റെല്ലാവരും സ്നേഹം ഐക്യം ഞങ്ങളുളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരും സറഫന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. മാലാഖമാരുടെ മധുമയ ഗീതം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. മാലോകരുന്നു ചേർന്നാലാപനം, പരിശുദ്ധൻ പരമോന്നതൻ. പാരംപരിപാവനം കന്യാതനയാ, ഓശാന ഓശാന കരുണാമയനേ, ഓശാന ഓശാന ദാവീദിൻ സുതനേ, ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങൾ കൽപ്പിച്ചതുപോലെ എല്ലാവരും ബലഹീനരും അകലരുമായി സർവ്വനാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൊരു ചെയ്ത്, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. പ്രകാരം തന്നെ കസയുമെടുത്ത് കൃതദാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത്, ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തങ്ങളുടെ നാമത്തിൽ നിശ്ചകൂടുമ്പോ എന്റെ ഒന്നു ചേർന്നു ദാസർ പാടാം ആരാ
ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേശനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവന പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ റഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, തിരുവദേശായ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, വിവദേശായ മാർപ്പോളി കണ്ണുകാട് മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി, പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി, എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകുമാവിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശതരും ദുഃഖിതരും ദുരിതരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെയും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കും, ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ, തെരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്നവർ, നാനാജാതി മതസ്ഥർ, മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ, നേറുന്ന കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ, രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ, കിടപ്പ് രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി വേദിയിൽ പ്രാർത്ഥിക്കണം, ഓർക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളുടെ കണ്ണുനീരുകൾക്ക് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ഈ സമൂഹത്തിൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് ഇറങ്ങണമേ, അഭിഷേകം ചൊരിയണമേ എന്നെല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് നിന്നെ ആശ്രയിക്കുകയും പ്രതികരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഏർപ്പുള്ള പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വരാജനവുമായ ജീവിതം കാരണമാകട്ടെ. തീ പോലിറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സജീവവും പരിശുദ്ധവും ജീവിതായ മകളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് അത്യവിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥന നിയമങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. ഇരുകരങ്ങൾ തുറന്നു പിടിക്കാം, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവിതായും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കൃതാവിശ്വസിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിനാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകമായ സർവ്വത്തിൽ നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും ജീവിക്കുകയും ചെയ്യും. ദൈവപുത്ര, അങ്ങേക്കാരാധന. യേശുനാഥ, അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന.
തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ. ഈ ദിവ്യാനത്തിലേക്ക് നോക്കാം. എങ്ങനെയാണ് പകുത്തു നൽകുക എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു നൽകുകയാണ്. ദാനമായി കിട്ടി ദാനമായി തന്നെ കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിലൊരു മനസ്സിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പാവപ്പെട്ടവന്റെ വേദന കാണുമ്പോൾ, കണ്ണുനീര് കാണുമ്പോൾ, അവന്റെ വേദനകളിലൂടെ കടന്നു പോകാൻ മനസ്സലിയാൻ വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുക. എന്തൊക്കെ സമ്പാദ്യങ്ങൾ പിടിച്ചു വെച്ചിട്ട് വർദ്ധിക്കുകയില്ല, കൊടുക്കുമ്പോഴാണ് വർദ്ധിക്കുക. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്നതിൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ശ്രുതിലേക്ക് ഇരുകരങ്ങളും എഴുതി പഠിച്ച വിശ്വാസപൂർവ്വമെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധര നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധ മദ്ബഹയിൽ നമ്മുടെ മുമ്പിൽ ബലിയർപ്പിക്കപ്പെട്ട ജീവനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടിന് മുൻപിൽ നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. മിശിഹായുടെ ശരീരം രക്തവും കടന്റെ പ്രതിക്ക് ജീവനും കാരണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഔർണ്യമായ ദാനത്തെ കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ ഇടങ്ങളുടെയും ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ ദുരിതത്തിന് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ഒരു നിമിഷം കണ്ണുകളടക്കി കരങ്ങൾ കുപ്പാൻ നന്ദിയുള്ളവരാണ്. യേശുവിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നതിനെ ഓർത്ത് നന്ദി പറയാം. ദൈവമേ, പാവപ്പെട്ടന്റെ വേദന കാണുമ്പോൾ യേശുവിന്റെ ജീവിതം പങ്കുവെച്ചതുപോലെ പങ്കുവെച്ച് കൊടുക്കാൻ
അതിന് വലിയൊരു മനസ്സ് എനിക്ക് തരണമേ. നീ തന്നതാണ് എല്ലാം ദാനം എന്നൊരു ബോധ്യമുണ്ടാകാൻ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കാം. ജീവൻ നൽകും ദൈവികമാ പരിപാവനമീ ബലി വഴിയ നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയച്ചല്ലോ. ആമേൻ ആമേൻ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. ആമേൻ ആമേൻ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയിരിലും നാഥൻ വരനിരച്ചൊരിയട്ടെ. ഇപ്പോഴും തോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കവടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.